ദരദം 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 ദം ദരദം 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 ദം ദരദം 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 ദം ദം ദരദം ദം ഹാഷ് ദരദം 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 ദം ദരദം 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 ദം ദരദം 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 ദം ദം ദരദം ദം. ഹലോ, നമസ്കാരം. வாங்க உட்காருங்க. எப்படி இருக்கு? சௌக்கியம் தானே? വാരണാസി ടു ദ വേൾഡ്, സ്റ്റാറിംഗ് മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പിന്നെ നമ്മുടെ സ്വന്തം പൃഥ്വിരാജ് സുകുമാരൻ. ആൻഡ് ദ മൂവി ഈസ് ഡയറക്ടഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി എസ് രാജമൗലി. அந்த பேரு மட்டும் போதும். அந்த பேர்ல இருக்கு கத்து, அந்த பேர்ல இருக்கு அவர், அந்த பேர்ல இருக்கு വെയിറ്റ്, அந்த പേരിൽ ഇருக்கு ഫയർ. ഇങ്ങനെ പറയുന്ന സമയത്ത് അല്ല, നിങ്ങൾക്ക് എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞ പോലെയൊക്കെ തോന്നും. ഇറ്റ്സ് ഓക്കെ, ബട്ട് പറഞ്ഞ ഒരു റിയാലിറ്റി അല്ലേ. ഇങ്ങനെ പോലെ ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്ന അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നുമില്ല. അതും കണ്ടിന്യൂസ് ആയിട്ട് മൂപ്പര് ഈ വലിയ വലിയ പരിപാടികൾ മാത്രമാണ് പിടിച്ചോണ്ടിരിക്കുന്നേ. അതും ഫ്ലോപ്സ് ഇല്ല, എല്ലാം ഹിറ്റാണ്. ഇങ്ങനെയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സമയത്ത് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഭീകരമാണ്. അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ പറഞ്ഞ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അജാതി മേക്കിംഗ് ആണ് എല്ലാ രീതിയിലും. ഇയാളുടെ സിനിമകളിൽ ഇങ്ങനെ എല്ലാ രീതിയിലും തരുന്ന സംഭവങ്ങൾ, ഇപ്പോ വിഷ്വലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നിക്കലി, ഇപ്പൊ മ്യൂസിക് ആയിക്കോട്ടെ, എവറിത്തിങ്. നമുക്ക് സിനിമ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി അതിന്റെ മേളിലൊക്കെ നമുക്ക് തോന്നും. നമുക്ക് ഇമോഷണലി ഹുക്ക് ചെയ്യാനുള്ള സാധനം ഇങ്ങേര് തരും. അതാണ് ഇങ്ങേരുടെ സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു അത്ഭുതമാണ്. അതായത് സിനിമകൾ ചെയ്യുമ്പോഴേ, ഞാൻ നേരത്തെ പറഞ്ഞത്, വലിയ വലിയ സാധനങ്ങൾ. ഇപ്പൊ ഈ സിനിമയുടെ കേസ് തന്നെ പറയണമെന്നുണ്ടെങ്കിൽ എത്ര ബഡ്ജറ്റ് ഇതിന്റെ? ഇറ്റ്സ് അബൌട്ട് 1000 CR അല്ലേ? എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ബട്ട് ഏകദേശം വലിയൊരു പടമാണ് എന്നുള്ളത് അറിയാം. ഷൂട്ട് കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടൊന്നുമില്ല, സ്റ്റിൽ ഗോയിങ് ഓൺ. എന്തായാലും വരട്ടെ. ഇപ്പൊ ചെറിയൊരു വീഡിയോ അല്ല, 3 മിനിറ്റും 41 സെക്കൻഡിന്റെ ഒരു വീഡിയോ ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, കം ഓൺ എവരിബഡി. പെരുസാ വണ്ണ പോറെ. From the director of Bahubali RRR. അത് മറ്റും പോകുന്നില്ലേ? വാരണാസി 512 CE. ഈ സിനിമയുടെ ഒരു വലിപ്പമാണ് ആക്ച്വലി ഇതിലൂടെ കാണിച്ചു തരുന്നത്. ഒരു ട്രെയിലർ പോലും അല്ല കേട്ടോ. രാജമൗലി എവളോ പെരുസാ വണ്ണം പോറേ എന്താ പാട്ടേ. ആഫ്രിക്ക വാനാച്ചാൽ ഉഗ്രബട്ടി കേവ്. ലങ്കാ നഗരം. Oh man.
വാരണാസി മണികർണിക ഗായ്. മഹേഷ് ബാബു. Oh, music. Varanasi. SS Rajamouli's Varanasi. Eagerly waiting for this movie, man. മഹേഷ് ബാബു. ആക്ച്വലി മഹേഷ് ബാബുവിന്റെ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മൂപ്പരുടെ ഫാൻസ് ഇപ്പൊ ഈ വീഡിയോ കാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആക്ച്വലി മഹേഷ് ബാബുവിന്റെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ പടത്തിന്റെ കേസിൽ നമുക്ക് വല്ലാത്തൊരു ആവേശവും അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് SS രാജമൗലി തന്നെയാണ്. ഇപ്പോ ഫേസ്ബുക്കിലൊക്കെ പലരും എന്താ പറയുക ഇതിന്റെ ചില സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഇട്ടിട്ട് ചില പോസ്റ്റുകളൊക്കെ ഇട്ടേക്കണ കണ്ടു. രാജമൗലിക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ മഹേഷ് ബാബുവിനെയൊക്കെ വെച്ചിട്ട് ഇത്രയും ബഡ്ജറ്റിലുള്ള പടം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചില പോസ്റ്റുകൾ കണ്ടു. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ആക്ച്വലി അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല പടം ഇറങ്ങുന്നതിന് മുന്നേ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് SS രാജമൗലി പടമാണ്. SS രാജമൗലിയുടെ പടത്തില് ഏത് നടനെ കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഒന്നാമത് രാജമൗലി നല്ല രീതിയിൽ എടുത്ത് വെച്ചങ്ങ് പിഴിയാറ് നല്ല പിഴിച്ചില് പിഴിയും. ഇപ്പൊ ഒബ്വിയസ്ലി പിഴിയുന്ന സമയത്ത് ഏത് ആക്ടർ ആണെങ്കിലും അയാള് ഗംഭീരമായിട്ട് ഇങ്ങേരുടെ പടത്തിൽ വരും എന്നുള്ളതൊരു റിയാലിറ്റിയാണ്. അപ്പോ ഈ സിനിമയുടെ കേസിൽ എനിക്ക് ആ ടെൻഷൻ ഇല്ല. ഇതിൻ്റെ അകത്ത് മഹേഷ് ബാബുവിനെ എന്തിനു ചൂസ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ എന്തായാലും രാജമൗലി പടമാണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഗംഭീരാക്കി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഗംഭീരമാക്കി വെക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പ് അല്ലെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഗംഭീരമായിട്ട് വരട്ടെ മാൻ, പൊളിക്കട്ടെ. ഇത് വേൾഡ് ലെവലിലാട്ടാ. ഇയാൾ ഓൾറെഡി എന്താ പറയുക വലിയ പടങ്ങളാണ് പിടിക്കണേ. ഇത് വാരണാസി ടു ദ വേൾഡ് ആണ്. അപ്പൊ ഇത് അതിന്റെ മേളിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഹൈപ്പ് എന്നല്ല, എന്താ ഞാൻ പറയാ, എക്സ്പെക്ടേഷൻ നോർമലി വരുമല്ലോ. കാരണം നമുക്ക് ഇയാളുടെ റേഞ്ച് അറിയാം. ഒബ്വിയസ്ലി നമുക്ക് എക്സ്പെക്ടേഷൻ ഉണ്ട്. എന്തായാലും ആ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. ഫിലിം മേക്കിംഗ് എന്നുള്ള കാര്യത്തിൽ ഇങ്ങനെ അപാരാണ്. ഇപ്പൊ ആരൊക്കെയോ FB-യിലൊക്കെ ഇരുന്ന് കുറെ പൊട്ടന്മാര് പറയുന്നത് കേട്ടു, എന്താണ് ഇയാളുടെ ട്രിപ്പിൾ ആറിൽ എക്സ്പോസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര പേര് ആ പോസ്റ്റൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. എന്ത് എക്സ്പോസ്ഡ് ആയി എന്നാ പറയുന്നത്? ഓക്കെ, ഇപ്പൊ ട്രിപ്പിൾ ആർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ആയിക്കോട്ടെ. ഇഷ്ടപ്പെടാത്തത് തെറ്റൊന്നുമല്ല, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ആയിക്കോട്ടെ. ബട്ട് എക്സ്പോസ്ഡ് ആവുക എന്ന് പറയാൻ അതിൻ്റെ അകത്ത് എന്താണ് അത്ര വൃത്തികെട്ട പടമൊന്നുമല്ലല്ലോ എടുത്തു വെച്ചിരിക്കുന്നത്. ട്രിപ്പിൾ ആർ ഒബ്വിയസ്ലി ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. രാജമൗലി എന്നുള്ള ഡയറക്ടർ അത് എല്ലാ രീതിയിലും എന്താ പറയാ, ടെക്നിക്കലി ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ആ ഒരു മ്യൂസിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം. അതൊക്കെയാണ് ഇങ്ങേരുടെ പടത്തിൽ ഒരു ഫുൾ പാക്കേജ് ആണെന്നേ. ഇപ്പൊ തിയേറ്ററിൽ പോയിരുന്നിട്ട് ഇങ്ങേരുടെ പടം കാണുമ്പോൾ കിട്ടുന്നത് മറ്റൊരു എക്സ്പീരിയൻസാ. ഇതിന്റെ അകത്ത് എക്സ്പെർട്ട് ആയി എന്ന് പറയാൻ മാത്രം ഇതിന്റെ അകത്ത് എന്താ പറയാ പുള്ളി മോശമായിട്ടൊന്നും ഇതാക്കി വെച്ചിട്ടൊന്നുമില്ല. അത് ഒരു ഗംഭീര, ഇപ്പൊ നമ്മൾ ആദിപുരുഷൊക്കെ കണ്ടിട്ടുള്ളതാണ് അല്ലേ, എത്ര ബഡ്ജറ്റിൽ വന്ന പടമാണത്. അതിന്റെ അകത്ത് എന്തിന്റെങ്കിലും ഒരു ഗുണം കാണിച്ചിട്ടുണ്ടാകും? ഒന്നുമില്ല. ഒരു തല്ലിപ്പൊളി വിഷ്വലി ആയിക്കോട്ടെ ശോകമായിരുന്നു. അപ്പൊ അങ്ങനത്തെ പടങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ രാജമൗലിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇമോഷണലി തിയേറ്ററിൽ പോയിരിക്കുന്ന ആളെനെ ഇമോഷണലി അതിന്റെ അകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അത് 100% രാജമൗലിയുടെ കാര്യത്തിൽ ഓർക്കാവുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള വലിയ പടങ്ങൾ അല്ലെങ്കിൽ രാജമൗലി കൈൻഡ് ഓഫ് ഫിലിംസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർ കാണാൻ പോകണ്ട, അവർക്ക് ഇഷ്ടപ്പെടില്ല. ബട്ട് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ
എന്താ പറയാ ഈ ആ, എന്താണ് ഓവർ ദ ടോപ്പോ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ ലെവൽ സാധനങ്ങളൊക്കെ കിഡിലൻ ടെക്നിക്കൽ ആൻഡ് വിഷ്വൽ ക്വാളിറ്റി വിത്ത് കിഡിലൻ മ്യൂസിക് അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ഒരു ഓവറോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങേരുടെ പടം തരുന്നൊരു ഗൂസ്ബംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് അത് മതി, അത് മതി, അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അയാളുടെ റേഞ്ച് ഓൾറെഡി അറിയാം. ഇപ്പൊ ബാഹുബലി അല്ലെങ്കിൽ ഈഗ, ട്രിപ്പിൾ ആറ്, അതാ ഇത് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ ഒബ്വിയസ്ലി ഇങ്ങനെ വൺ ഓഫ് ദി എന്താ പറയാ ഫൈനസ്റ്റ് ടോപ്പ് നോച്ച് ഡയറക്ടേഴ്സിലുള്ള ആളാണ്. ഇങ്ങനെ മുമ്പോട്ട് പോകാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ എവിടെ എത്തുന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയില്ല. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി. ഒരുപാട് പറഞ്ഞങ്ങോട്ട് ദൈർഘ്യം കൂട്ടുന്നില്ല. സോ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കമന്റ് ബോക്സിലുണ്ട്, അതും കൂടി ഒന്ന് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. സന്തോഷം. ബൈ ബൈ.